മുതലപ്പുഴയിൽ അനിശ്ചിതകാല സമരം തുടരാൻ സമരസമിതി തീരുമാനം. പൊഴി മുറിക്കാൻ ഇപ്പോൾ അനുവദിക്കില്ല എന്ന് സംയുക്ത സമരസമിതി. മണൽ നീക്കാൻ കൂടുതൽ മണ്ണുമാന്തി യന്ത്രം എത്തിക്കണം. നിലവിൽ അഴിമുഖത്ത് നിന്നും കുന്നുകൂടിയ മണൽ മാറ്റണം. ഇതിനുശേഷം ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ പൊഴി മുറിക്കാൻ അനുവദിക്കൂവെന്നും സമരസമിതി. അർജുൻ രാജാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, കഴിഞ്ഞ ദിവസമടക്കം നമ്മൾ ഈ വാർത്തയിൽ കൂടുതൽ റിപ്പോർട്ടുകൾ നൽകിയതാണ്. നിരവധി ആളുകൾ അവിടേക്ക് വിനോദസഞ്ചാരികളായിട്ട് എത്തുന്നുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെയധികം താറുമാറായി കിടക്കുകയാണ് എന്നുള്ളത് മണൽ അടിഞ്ഞുകൂടിയതുകൊണ്ട്. ഇപ്പോൾ എന്താണ് സമരസമിതിയുടെ തീരുമാനം? സ്വാതി, മണലടിഞ്ഞ് മുതലപ്പുഴി വഴിയുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിലച്ച് 12 ദിവസം പിന്നിടുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല സമരമായി തന്നെ മുതലപ്പുഴയിൽ സമരം തുടരും. പ്രധാനമായും ചില ആവശ്യങ്ങൾ സമരസമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മണ്ണുമാന്തി യന്ത്രം ഈ സ്ഥലത്തേക്ക് എത്തിക്കണം. 10 മണ്ണുമാന്തി യന്ത്രം എങ്കിലും കൊണ്ടുവന്ന മണൽ നീക്കം നടത്തണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെയും ഡ്രഡ്ജറിന്റെയും പ്രവർത്തന സമയം കൂട്ടണം. നിലവിൽ അഴിമുഖത്ത് കുന്നുകൂടിയിട്ടുള്ള മണൽ അവിടെ നിന്ന് അടിയന്തരമായി മാറ്റണമെന്നും സംയുക്ത സമരസമിതി ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഒരു ഡ്രഡ്ജർ മാത്രമാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്ന് ഒരു വലിയ ഡ്രഡ്ജർ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് വ്യാഴാഴ്ചയോട് കൂടിയായിരിക്കും എത്തുക. ആ ഡ്രഡ്ജർ കൂടി എത്തിച്ച് മണൽ നീക്കം തുടങ്ങിയാൽ മാത്രമാണ് പൊഴി മുറിക്കാൻ അനുവദിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി ഉള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതത്തിലാണ്. കഴിഞ്ഞ 12 ദിവസമായി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൂടി കണ്ടാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാനായി സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഗതം. ശരി അർജുൻ, മുതലപ്പുഴയിൽ അനിശ്ചിതകാല സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരസമിതി. പൊഴി മുറിക്കാൻ ഇപ്പോൾ അനുവദിക്കില്ല എന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നു.